സെറ്റ് ചെയ്തിരിക്കുന്ന ഗാർഡനിൽ ഇരിക്കുകയാണ് ധ്രുവ്. പുറകിൽ ഒരു മുരളനക്കം കേട്ടതും ധ്രുവ് ഒന്ന് തിരിഞ്ഞു നോക്കി. എബിയെ മുന്നിൽ കണ്ടതും ധ്രുവ് തൻ്റെ ചിന്തകൾക്ക് വിരാമമിട്ടു. എന്നിട്ട് എബിയോടായി പറഞ്ഞു, ആടാ എബി, വാ ഇരിക്ക്. എബി പെട്ടെന്ന് ധ്രുവിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. അപ്പോൾ ധ്രുവ് പുരികമുയർത്തി എബിയോടായി ചോദിച്ചു, എന്താ എന്നർത്ഥത്തിൽ. എബി പറഞ്ഞു, നിൻ്റെ പ്രോബ്ലം എന്താ? നമ്മൾ ഒരുമിച്ച് തുടങ്ങിയ നമ്മുടെ കമ്പനി, നമ്മുടെ ഡ്രീം, വൈകിയോടുള്ള നിൻ്റെ പ്രതികാരം, പ്രണയം, ഇതെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ടാണ് നീ ഇവിടേക്ക് വന്നത്. എന്നാൽ ഇവിടെ വന്നതിന് ശേഷം മുതൽ വൈകിയുടെ മാത്രം ധ്രുവിനെയാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. അതൊരു തരത്തിൽ എനിക്ക് ആശ്വാസമുണ്ട്. അവളൊരു പാവമാണെടാ. കുഞ്ഞുനാളിൽ അച്ഛനെയും അമ്മയും നഷ്ടപ്പെട്ട ഒരു പാവം പെണ്ണ്. അത് പറയുമ്പോൾ എബിയുടെ കണ്ണുകൾ നനഞ്ഞു. എനിക്കറിയാം ധ്രുവ്, നീ എന്തെല്ലാമോ എന്നിൽ നിന്ന് മറച്ചു പിടിക്കുന്നുണ്ട്. എനിക്കറിയണം, എന്താണേലും അതെല്ലാം എനിക്കറിയണം, എബി ധ്രുവിനോടായി പറഞ്ഞു. ധ്രുവിൻ്റെ മുഖത്തേക്ക് നോക്കി ധ്രുവ് പറഞ്ഞു തുടങ്ങി. എബി, നിനക്ക് ഓർമ്മയുണ്ടോ, എൻ്റെ അമ്മ മരിച്ച് ഞാൻ കോളേജിലേക്ക് മടങ്ങി വന്ന ദിവസം? ആകെ മരവിച്ചിരുന്ന എനിക്ക് അന്ന് മുതൽ വൈക അവളായിരുന്നു എനിക്കെല്ലാം, താങ്ങും തണലും ആശ്വാസവും എല്ലാം. അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്നൊരു ദിവസം അവൾ എന്നെ തനിച്ചാക്കി പോയി. ഞാനൊരു ഭ്രാന്തനെ പോലെ അവിടെ തിരക്കി അലഞ്ഞു നടന്നു. കണ്ണിൽ കണ്ട ബസ് സ്റ്റോപ്പുകളിലും റെയിൽവേ സ്റ്റേഷനുകളിലും എല്ലാം. ഒടുവിൽ അവൾ എന്നെ സ്നേഹിച്ചിട്ടില്ല, എൻ്റെ കൂടെ ജീവിക്കാൻ കഴിയില്ല എന്നൊരു മെസ്സേജ്. അത് പറയുമ്പോൾ നിറഞ്ഞു വന്ന കണ്ണുകൾ ധ്രുവ് ഇറുകെ പൂട്ടി. ഡാ ധ്രുവേ, എബി നീട്ടി വിളിച്ചു. ആ ഒരു ലൈനിൽ അവൾ അവസാനിപ്പിച്ചിട്ട് പോയ ഞങ്ങളുടെ സ്വപ്നങ്ങളായിരുന്നു. എബിയോടത് പറയുമ്പോൾ ധ്രുവിൻ്റെ സ്വരമൊന്നിടറി. പക്ഷേ എനിക്കവളെ അങ്ങനെ വിട്ടുകളയാൻ പറ്റുമോടാ? ഞാനും ആമിയും അവളെ തേടി ഇറങ്ങി. ആമിയാണ് അവളെ കണ്ടുമുട്ടിയത്. അവളുടെ അച്ഛൻ്റെ കാര്യങ്ങളും മരിക്കുന്നതിന് മുൻപ് അവളുടെ അച്ഛനും കൊടുത്ത പ്രോമിസും എല്ലാം. ആ വൈഫ് അവനുമായിട്ടുള്ള മാരേജിന് അവൾ സമ്മതിച്ചു എന്നെല്ലാം ആമി എന്നോട് പറയുമ്പോൾ എനിക്കവളെ കൊല്ലാനുള്ള ദേഷ്യമാണ് വന്നത്. എല്ലാം കേട്ടുകഴിഞ്ഞ് ആമി അവളുടെ ഓരോ വാക്കുകളുമാണ് എന്നെ മാറ്റി ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ചത്. ആമിയും ഞാനും കൂടെയാണ് അച്ഛൻ്റെ മുന്നിൽ വൈകിയെ കൊണ്ടുവന്ന് നിർത്തിയത്, എൻ്റെ ഓഫീസിലൊരു സ്റ്റാഫായി കയറ്റിയതും എല്ലാം. ബട്ട് വൈകിക്ക് ഇതൊന്നും അറിയില്ല. ഫസ്റ്റ് ടൈം എബിക്ക് അവൻ്റെ പെണ്ണിനെ ഓർത്ത് അഭിമാനം തോന്നി. ധ്രുവ് പറഞ്ഞു തുടങ്ങി. അപ്പോൾ മുതലാണടാ ഞാൻ മാറി തുടങ്ങിയത്. എനിക്കവളെ വേണം. വൈക ധ്രുവിൻ്റെ മാത്രം വൈകിയായി. ഒന്നിനും ആർക്കും ഞാൻ അവളെ വിട്ടുകൊടുക്കില്ല. പിന്നെ അവളെ ഇവിടെ കൊണ്ടുവരേണ്ടിയിരുന്നത് ഇങ്ങനെയായിരുന്നില്ല. അവളുടെ ഇവിടേക്കുള്ള എൻട്രി അതൊരു ഒഫീഷ്യലായി വൈക ധ്രുവായി വേണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഉള്ള സാഹചര്യം എന്നെ ഇങ്ങനെ ചെയ്യാൻ പ്രേരിപ്പിച്ചു. അവൾ അവിടെ തനിച്ച് നിൽക്കുന്ന ഓരോ നിമിഷവും അവളെ കൊല്ലാൻ പോലും അവർ മടിക്കില്ല, അവളുടെ അച്ഛനെ കൊന്ന പോലെ. ധ്രുവ്, അതൊരു അലർച്ചയായിരുന്നു എബി ധ്രുവിൻ്റെ ഷോൾഡറിലായി കൈ ചേർത്ത് പിടിച്ചു. അതേ എബി, സത്യമാണ്. നീ ഒരിക്കലും ഇത് വൈകിയോടോ ആമിയോടോ പറയരുത്. ഇതെങ്ങനെ പരിഹരിക്കണമെന്ന് എനിക്കറിയാം. അതും പറഞ്ഞ് ധ്രുവ് എബിയുടെ തോളിലെ തട്ടി. എബി ധ്രുവിനോടായി പറഞ്ഞു, നീ സൂക്ഷിക്കണം. എന്തിനും നിൻ്റെ ഒപ്പം ഞാനുണ്ടാകും, എൻ്റെ പെങ്ങൾക്ക് വേണ്ടി. അതും പറഞ്ഞ് എബി ധ്രുവിനെ ഹഗ് ചെയ്തു. ഈ നിമിഷം വൈക അവിടേക്ക് വന്നതും എബി അവളെയും അവനെയും ഒന്ന് നോക്കി ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് അകത്തേക്ക് പോയി. വൈക ധ്രുവിനെ നോക്കി ചോദ്യഭാവത്തിൽ ധ്രുവിനോടായി ചോദിച്ചു, ഈ എബിക്ക് ഇതെന്താ പറ്റിയത്? അതും പറഞ്ഞ് വൈക ധ്രുവിൻ്റെ അടുത്തേക്കായി വന്നു നിന്നു. വൈക, അത് വിട്, അവൻ നമ്മളുടെ ഇടയിൽ കട്ടുറുമ്പാകണ്ട എന്നും പറഞ്ഞ് പോയതാ. ധ്രുവ് വൈകയുടെ കയ്യിൽ പിടിച്ചു. അവിടെ സെറ്റ് ചെയ്തിരിക്കുന്ന ബെഞ്ചിലായിരുന്നു. ധ്രുവ് അവളുടെ മടിയിലായി കയറി കിടന്നു. അതും അവൾ തറഞ്ഞിരുന്നു. ചുറ്റുമൊന്ന് കണ്ണോടിച്ചു. അത് കണ്ടതും ധ്രുവ് മുഖം ചൊളിച്ചു. ധ്രുവിൻ്റെ ആ വിളിയിൽ അവളൊന്ന് ഞെട്ടി. എന്താടി? ധ്രുവ്, ആരെങ്കിലും കണ്ടാലോ? അത് കേട്ടതും ധ്രുവ് എണീറ്റ് അവിടെ നിന്ന് പോകാൻ തുടങ്ങി. വൈക അവൻ്റെ കയ്യിൽ പിടുത്തമിട്ടു. പിണങ്ങല്ലേ ധ്രുവ്, പ്ലീസ്. അവൾ അവൻ്റെ പിറകിലൂടെ ചെന്ന് അവനെ ഇറകെ പുണർന്നു. ധ്രുവ് ഒരടി പോലും ചലിക്കാതെ അങ്ങനെ നിന്നു. വൈക അവളെ വിളിച്ചു. അവളുടെ കൈ ഒന്ന് അയഞ്ഞതും അവൻ അവളെ 2 കൈയിലായി കോരിയെടുത്ത് അകത്തേക്ക് നടന്നു. അകത്തേക്ക് കയറി ധ്രുവ് അവളുടെ കണ്ണ് പൊത്തി. നിനക്കൊരു സർപ്രൈസ് ഉണ്ട്. അതും പറഞ്ഞ് ഇരുവരും മുന്നിലേക്ക് നടന്നു. ഒരു റൂം തുറന്ന് അവളെ അതിൽ കയറ്റി. അവൻ ലൈറ്റിട്ടു. അവൾ ഇരു കണ്ണുകളും ചിമ്മി തുറന്നു. ഒരു കുഞ്ഞ് ലൈബ്രറി, ചുറ്റും ഗ്ലാസ് മിറർ, വൈറ്റ് കർട്ടൻ, സ്റ്റഡി ടേബിൾ, സൈഡിലായി ഒരു കുഞ്ഞ് ബെഡും. അവൾക്ക് ആ സ്പേസ് ഒരുപാട് ഇഷ്ടമായി. അവൾ മുഖം തിരിഞ്ഞ് അവനെ ഒന്ന് നോക്കി. ഞാൻ മുന്നേ വരുമ്പോൾ ഇങ്ങനെയൊരു മുറി ഞാനിവിടെ കണ്ടിട്ടില്ലല്ലോ. അതും പറഞ്ഞ് ധ്രുവിനെ തന്നെ അവൾ നോക്കി നിന്നു.
അത് കേട്ടതും ധ്രുവ് നടന്ന് അവളുടെ അടുത്തേക്ക് വന്നു. അവളുടെ കഴുത്തിലേക്ക് മുഖമടുപ്പിച്ച് അവളുടെ ചെവിയിലായി പറഞ്ഞു, അതിന് അപ്പോൾ ഈ റൂം ഇവിടെയില്ലല്ലോ. ഇത് റീസെൻ്റ്ലി ഞാൻ എൻ്റെ പത്നിക്ക് വേണ്ടി ചെയ്യിപ്പിച്ചതാ. അത് കേട്ടതും വൈഗയുടെ മുഖം ചുവന്നു തൊടുത്തു. ധ്രുവ് താഴ്ന്നു വന്ന് അവളുടെ മുഖത്തിന് നേരെ മുഖമടുപ്പിച്ചു അവളോടായി ചോദിച്ചു, ആർ യു ബ്ലഷിങ് വൈഗ? വൈഗ മുഖം അവനിൽ നിന്ന് ഒളിപ്പിക്കാൻ നന്നായി പാടുപെട്ടു. അവൻ അവളുടെ മുഖത്തേക്കൊന്ന് നോക്കി. അവൾക്കറിയാം ആ നോട്ടം എന്തിനുള്ളതാണ് എന്ന്. അവൾ സമ്മതമെന്ന രീതിയിൽ ഒന്ന് മൂളി. അവൻ അപ്പോൾ തന്നെ അവളുടെ കീഴ്ചുണ്ടിനെ വളരെ പതിയെ അകത്താക്കി നുണയാൻ തുടങ്ങി. കീഴ്ചുണ്ടിൽ നിന്നും തുടങ്ങിയ ചുംബനം മേൽചുണ്ടും കടന്ന് നാവിനാൽ കെട്ടിപ്പുണർന്നു. ഒടുവിൽ നാവിൽ ഇരുമ്പ് ചുവ അറിഞ്ഞതും ഇരുവരും അകന്നു നിന്ന് കിതച്ചു. അവൻ അവളെ വലിച്ച് നെഞ്ചിലേക്ക് അടുപ്പിച്ച് ഇറുകെ പുണർന്നു.